മൂഗ ടസർ ആൻഡ് ഗീച്ച ടസർ രണ്ടും രണ്ട് ലുക്കാണ്. നല്ലൊരു ക്ലാസി ആയിട്ടുള്ള ഫാബ്രിക്കിനാണ് ഡെഫിനറ്റ്ലി. മൂഗ ടസർ ഭയങ്കര വെയിറ്റ് കുറഞ്ഞ ലൈറ്റായിട്ട് പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്കാണ് ഫസ്റ്റ് വരുന്നത്. 9 റേഞ്ചിൽ വരുന്ന സെറ്റാണ് കേട്ടോ. ഒരു ടൈൽ പാറ്റേണിൽ പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ലുക്കാണ്. ദിസ് ഇസ് ദി ഫസ്റ്റ് വൺ. നല്ല രസമുള്ളൊരു ലുക്ക്. ആൻഡ് ദെൻ വി ഹാവ്, അപ്പോൾ അതിൻ്റെ ദുപ്പട്ട ഇതാണ്. ദുപ്പട്ടയും മൂഗ ടസറിൽ തന്നെ വന്നിരിക്കുന്നത്. നല്ലൊരു ഡാർക്ക് ബർഗൻഡി ഷെയ്ഡ് വിച്ച് വിൽ സൂട്ട് എവ്രി വൺ. അപ്പോൾ ഇത് നമുക്ക് സെറ്റൂണാണ് ഇതിൻ്റെ കൂടെ ബോട്ടമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. ബട്ട് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള സെറ്റൂൺ. നമുക്ക് കോട്ടൺ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നല്ല മെറ്റീരിയലാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി അറിയാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഇസ് വൺ ലുക്ക്. ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലുക്കിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കുറച്ചൊരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ഫീൽ. ഗീച്ച ടസർ ഇസ് എ റിയലി ഗുഡ് ടെക്സ്ചർ. നമുക്കത് ശരിക്കും നല്ല ക്വാളിറ്റിയുള്ള ഗീച്ച ടസറിലാണ് നമുക്ക് ഇത്രയും നല്ല ടെക്സ്ചർ കിട്ടുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ കളേർഡ് യാൺസ് വെച്ചിട്ട് ഡൈ ചെയ്യുന്നതല്ല. ആ ഒരു ഗീച്ച ടസറിൻ്റെ ആ ഒരു നാച്ചുറൽ യാൺസ് നമ്മുടെ ലൂംസ് ഓഫ് ലക്ഷറിയുടെ സമയത്തൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഹൗ ദ ടസർ ഇസ് ആക്ച്വലി കമ്മിങ് ഔട്ട്. നമ്മൾ ആ ഒരു ഭയങ്കര റിഫൈൻഡ് അല്ലാത്ത ദേശി ടസറിൻ്റെ അകത്ത് പിന്നെ ഗീച്ച ടസറിൻ്റെ അകത്ത് ടസറിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. നാച്ചുറലി ആ കളർ വേരിയേഷൻ വരുന്നതിനെ ഡൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഏത് കളറിൽ ഡൈ ചെയ്യുക, സിംഗിൾ കളറിൽ ഡൈ ചെയ്യുമ്പോഴും അതിൻ്റെ ആ ഒരു നാച്ചുറൽ കളർ ഗ്രഡേഷനും വേരിയേഷൻസും അതിൻ്റെ അകത്ത് വരും. സിമ്പിളായിട്ടുള്ള ടോപ്പാണ്. അതിൻ്റെ സോളിഡ് ടോപ്പിൻ്റെ കൂടെ ലിനൻ ദുപ്പട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ഓൾസോ 9 റേഞ്ചിൽ വന്നിട്ടുള്ള സൽവാർ സെറ്റ്. ബ്യൂട്ടിഫുൾ ഡിജിറ്റൽ പ്രിൻറ്റഡ് ദുപ്പട്ട വിത്ത് ഫ്ലോറൽസ് ആൻഡ് ബെറീസ്. അത് നല്ലൊരു കോമ്പിനേഷനാണ് ഫ്ലോറൽസിൻ്റെയും ബെറീസിൻ്റെയും ആയിട്ടുള്ള ഗ്രേ സ്റ്റീൽ അങ്ങനത്തെയുള്ളൊരു ടോണിലാണ് വന്നിരിക്കുന്നത്. ഇച്ചിരി ഗ്രേ ടിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ടോൺ സെറ്റൂൺ ബോട്ടായിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ടും വെരി പ്രീമിയം ഫാബ്രിക്സ് ആണ്. ആൻഡ് ഇറ്റ്സ് റിയലി ക്ലാസി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിനകത്തൊരു ബ്ലിങ് എലമെൻറ്റ് കൊണ്ടുവന്നിട്ടൊരു ഫെസ്റ്റിവൽ വെയർ ആക്കാൻ ട്രൈ ചെയ്തേക്കുന്നതല്ല. വെരി ക്ലാസി ഫാബ്രിക് and has us last for a really long time. It's something you should invest in. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു കളക്ഷനാണ്. രണ്ട് ഡിഫറെൻറ്റ് ലുക്ക് ഞാൻ കാണിച്ചിരിക്കുന്നത്, മൂഗ ടസർ ആൻഡ് ഗീച്ച ടസർ. പൊതുവേ നമ്മൾ ബോഹോ സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കുറച്ചൊരു ഓവർ ദ ടോപ്പാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക ബൊഹീമിയൻ എന്ന് പറയുമ്പോൾ നമ്മളത് ഇച്ചിരി ഒരു ഹിപ്പി അങ്ങനത്തെ ഉള്ളൊരു ഇതിലാണ് വരുന്നത്. പക്ഷേ ആ ഒരു എലമെൻറ്റ്സ് കുറച്ചെടുത്തിട്ട് നമ്മളൊരു കാഷ്വൽ ലുക്ക്. So this is what we have. ആൻഡ് അത് രണ്ട് ഷെയ്ഡ്സിലാണ്. നമ്മളെപ്പോഴും മൽ കോട്ടൺസ് എന്ന് പറയാറുണ്ട്. കേംബ്രി കോട്ടണും ഇസ് ഓൾസോ വെരി പോപ്പുലർ. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുവർ കോട്ടണിൽ തന്നെ വരുന്നതാണ്. കുറച്ചും കൂടി ഒരു സ്റ്റിഫ്നെസ് വരും അതിന്. മൽ കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല കുഴഞ്ഞു കിടക്കത്തില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ വ്യത്യാസം അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ വീവിങ്ങിനകത്ത് വരുന്ന വ്യത്യാസങ്ങളാണ്. കോട്ടൺ തന്നെയാണ്. ആൻഡ് അതിൻ്റെ അകത്ത് നമുക്കൊരു കോയിൻ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ള ഒരു ടാസൽ ആൻഡ് ഒരു പാച്ച് വി നെക്കിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. അപ്പം കോഡ് സെറ്റാണ്. ഇറ്റ് ഡസൻ ഹാവ് സ്ലിറ്റ്സ്. റീലൈൻ പാറ്റേണിലാണ് അത് കട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് സ്ട്രെയിറ്റ് ഫിറ്റിങ്ങിൻ്റെ അകത്ത് വന്നിട്ടുള്ള ബോട്ടം സ്ലൈറ്റ്ലി ടേപ്പേർഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇതിനകത്ത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക്സ് വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വേസ്റ്റ് ബാൻഡാണ് വന്നിരിക്കുന്നത്. ഇത് വിത്തൗട്ട് ലൈനിങ് വരുന്ന കളക്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് ഒന്ന് നോക്കാം. സ്ക്രീൻ പ്രിൻറ്റിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന ലുക്കാണ്. നമുക്ക് ലൈക്ക് 9 to 5 വർക്കിനാണെങ്കിലും ട്രാവലിങ്ങിനാണെങ്കിലും ഒക്കെ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന സെറ്റാണ്. ആൻഡ് ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. 1449 എന്ന ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഒരു അബ്സ്ട്രാക്ട് ഫ്ലോറൽ ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് അവിടെ കൊടുത്തേക്കുന്നത്. ഇത് സ്ലൈറ്റ്ലി ടേപ്പേർഡ് ആയിട്ടാണ് അതിൻ്റെ ഒരു ഫിറ്റിങ് വന്നിരിക്കുന്നത്. വേസ്റ്റ് ബാൻഡ് ഫുള്ളി ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ലുക്കാണ്. അപ്പോൾ ഇതിനകത്ത് ബോട്ടത്തിൻ്റെ അകത്തും ടോപ്പിൻ്റെ അകത്ത് നമുക്ക് പോക്കറ്റ് വരുന്നുണ്ട്, ബോട്ടത്തിൻ്റെ അകത്ത് വരുന്നില്ല, കാരണം ഈ ലൈനല്ലേ. അപ്പം നമുക്ക് ഇത് ലൈക്ക് സ്മോൾ പോക്കറ്റ്സ് ആണ്. ഇറ്റ്സ് നോട്ട് വെരി യൂട്ടിലിറ്റി അങ്ങനത്തെ ഒരു ഇതല്ല. ലൈക്ക് സ്മോൾ ലൈക്ക് യു ക്യാൻ ക്യാരി എ ലിപ്സ്റ്റിക് അങ്ങനെയുള്ള ഒരു പോക്കറ്റ് അതിനകത്ത് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിൽ NCF 258 ഉം 257 എന്നുള്ള രണ്ട് കോഡ്സിൻ്റെ അകത്തായിട്ടാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്.
ഓർഗൻസ സാരി, പക്ഷെ അത് ആ ഒരു ഒഴുക്കിലാട്ടോ കിടക്കുന്നത്. നമുക്ക് കറക്റ്റായിട്ട് പ്ലീറ്റ്സൊക്കെ എടുത്ത് വെയർ ചെയ്യാൻ പറ്റുന്ന ഓർഗൻസ സാരി. ആ ഒരു പ്ലീറ്റ്സ്, ഈ ഒരു പ്ലീറ്റ് ഞാനൊരു ഫോൾഡ് വന്നേക്കുന്നത് കേട്ടോ എടുത്തേക്കുന്നത്, ഇത് ഫോൾഡ് ഇല്ലാത്തതും. പക്ഷെ നമ്മളൊന്ന് പിടിച്ചൊന്ന് അയൺ ചെയ്ത് വിടുവാണെങ്കിൽ ഈ ഒരു ലുക്കിലായിരിക്കും പ്ലീറ്റ്സൊക്കെ കിടക്കുക. ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് പ്ലീറ്റ്സൊക്കെ കിട്ടുന്ന ഓർഗൻസ സാരി. അതിന് ഇതിനകത്ത് ഫുള്ളായിട്ട് ത്രെഡ് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഷെയ്ഡാട്ടോ, പക്ഷേ അതിനകത്ത് വന്നേക്കുന്ന ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിങ്ങിൽ യൂസ് ചെയ്തേക്കുന്നതും അതിനകത്ത് ക്ലോസ് ആയിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന ഷെയ്ഡ്സ് വെച്ചിട്ടാട്ടോ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്മൂത്ത് ആയിട്ടാണ് ആ ഒരു വീവിങ് സ്റ്റൈൽ പോയേക്കുന്നത്. അതിനകത്ത് ഫ്ലോറൽ ലുക്കും ബേർഡ്സിൻ്റെ ഒക്കെ ഒരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പർ ബോർഡറിൽ ആ ഒരു ത്രെഡ് വീവിങ് സ്റ്റൈൽ കൊണ്ടുവന്നിട്ട് ലോവർ ബോർഡർ ത്രെഡ് വീവിങ് സ്റ്റൈൽ വന്നേക്കുന്ന എംബ്രോയ്ഡറി ഉണ്ട്. അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ ഒരു അത്യാവശ്യം ബ്രോഡായിട്ട് വന്നേക്കുന്ന ഈ ഒരു മോട്ടീഫാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന പല്ലു, ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ ഈ ഒരു സ്ട്രൈപ്സ് ഡീറ്റെയിലിംഗ് കൂടി വന്നിട്ടുണ്ട്. ആൻഡ് റണ്ണിങ്ങിൽ തന്നെ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് വിത്ത് ഈ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. രണ്ടും ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. ഇത് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഓർഗൻസ ആണെങ്കിലും ഒത്തിരി ഒന്നും ട്രാൻസ്പെറൻ്റ് അല്ല. ആ ഒരു കളർ ഷെയ്ഡിൽ വരുന്ന ബ്ലൗസൊക്കെ ഇട്ട് പെയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറേക്കത് ഹൈഡ് ചെയ്യാൻ പറ്റും. ഈ ബ്ലൗസ് പീസ് വരുന്ന റണ്ണിങ്ങിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് വിത്ത് ഈ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ്. സെക്കൻഡ് ലുക്ക് വരുന്ന YNG 532 പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2699. ഇതിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ഇതിൻ്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും.